നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് പുറത്തു പോയി കഴിച്ചാ പോരായിരുന്നോ? വല്ലപ്പോഴും അല്ലേ അമ്മ ഞാൻ അടുക്കള കയറുന്നത്. ആ എന്നിട്ട് ഇന്നെന്താ സ്പെഷ്യൽ? അമ്മയുടെ ഫേവറേറ്റ് ആയ ഒരു സാധന ബട്ടർ ചിക്കൻ. ഹേടി പൊട്ടി, എന്റെ ഇഷ്ടാണോ നീ നോക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടമല്ലേടി നോക്കേണ്ടത്. ഇതാ എല്ലാരും പറയുന്നേ നീ ഒറ്റ ബുദ്ധിയാന്ന്. കളിയാക്കാതെ അമ്മേ, ഞാൻ അമ്മയെ ഓർത്തപ്പോ ഒന്ന് വെച്ചതാ. പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആളിവിടെ വേണ്ടേ? അതിന് അവനെവിടെ പോയി? ആ എന്തോ ഒരു ഏർജന്റ് കോൺഫറൻസ് ഉണ്ട്, ഇന്ന് വരത്തില്ല, നീ ഒരു ഊബർ എടുത്ത് വീട്ടിൽ പൊക്കോ എന്ന് മെസ്സേജ് അയച്ച ആളാ. പിന്നൊരു വിവരം ഉണ്ടായിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നോ ഇല്ലയോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഓ, അത് അച്ഛൻ വിളിച്ചിട്ട് കിട്ടാതിരുന്നതല്ലേ? അല്ല, അവൻ ഇന്നത്തെ ദിവസം ഓർമ്മയില്ലായിരുന്നു. ഞാൻ കൊറേ പറഞ്ഞതാ ലീവ് എടുക്കാൻ, ആര് കേക്കാൻ. ആ അതും ശരിയാ, ഓരോ ജോലി തിരക്കല്ലേ. ഇങ്ങോട്ടേക്ക് വാ. എത്ര നാളായി നിങ്ങളൊക്കെ? അമ്മ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഓക്കെ മോളെ. എന്താ ചേട്ടാ, മീറ്റിങ്ങിന് പോയില്ലേ? പോയി ഞാൻ അവിടെ ഇരിക്കോ? അമ്മ വിളിച്ചായിരുന്നു കുറച്ചു മുമ്പ്, ചേട്ടനെ തിരക്കി. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അതിശക്തമായ മഴയെ തുടർന്ന് ചേട്ടൻ വന്ന എന്തായാലും നന്നായി. ഞാൻ ആകെ ഷോക്ക് അടിച്ചിരിക്കുകയായിരുന്നു. ഒരു ചായ ഇട്ടോ? കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ആരംഭിച്ച മഴ എടോ, ആ ഫാൻ ഒന്ന് ഓണാക്കിടുവാമോ? പലയിടങ്ങളിലും മരം കടപുഴകി വീഴുകയും രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തേണ്ട സാഹചര്യം വരികയും. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസവും ഇതേ രീതിയിൽ മഴ തുടരും. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കടൽ ഇപ്പോഴും ശുദ്ധമാണ്. കടൽക്ഷോഭത്തിനുള്ള സാക്ഷി ഒന്ന് കൊണ്ടുവരോ? കുറെ നേരമായാലോ ഇത്. തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണം. കോഴിക്കോടും മലപ്പുറത്തും കനത്ത മഴ തുടരുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എറണാകുളം ജില്ലയിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ശക്തമായ മഴ. ചേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നോ ഓഫീസിൽ ഒരു പുതിയ ജോയിനി വന്ന കാര്യം? നിലവിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ആളെ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ചിലപ്പോൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കും, ചിലപ്പം വന്നൊരു 100 ഡൗട്ട് ചോദിക്കും. ഒരിക്കൽ ചോദിച്ച ഡൗട്ട് തന്നെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. റിപ്പോർട്ട് പോലും നേരെ വായിക്കില്ല. ഇന്ന് അതിൻ്റെ പിറകെയായിരുന്നു ഞാൻ. ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. ചായ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓഫീസിലെ വള്ളിയൊക്കെ തീർത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും പുറത്താണേ മഴ. ഫോണിന്റെ ചാർജും തീർന്നു. ഫോൺ ഓഫ് ആയതുകൊണ്ട് ചേട്ടൻ്റെ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാനാണെ മാർക്കറ്റിൽ പോയി ഫുഡിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നേരത്തെ വന്ന് ചേട്ടനെ സർപ്രൈസ് ചെയ്യാനിരുന്നതാ. പക്ഷെ പിന്നെയും ഭയങ്കര മഴ. പിന്നെ ഒരു വിധം അവിടുന്ന് വരുമായിരുന്നു. ആ പെട്ടിയൊക്കെ അയ്യോ. ഇടത്തരമോ നേരിയതോ ആയ മഴയ്ക്കുമുള്ള സാധ്യതയാണ് അവസാനം 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാവസ്ഥ പ്രകാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. അപ്പോഴും അവിടെയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നിവിൻ ചേട്ടാ. സോറിഡി, ഞാൻ ആ കാര്യം വിട്ടുപോയി. ആദ്യം വിഷയമെന്ന് വിചാരിച്ച ഇതിപ്പോൾ ഒരു ഗിഫ്റ്റ് പോലും വാങ്ങാതെ. സോറി ഒന്നും വേണ്ട, എനിക്ക് മനസ്സിലാവും. നമ്മുടെ ആനിവേഴ്സറി ഇന്നുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ, ഇനിയും കുറയില്ലേ. എന്ന് വെച്ച് ഇതൊരു പതിവാക്കിയാലുണ്ടല്ലോ.
ഞാനേ ഉം. പോയി കുളിച്ചിട്ട് വരാം. നീ ഫുഡ് ഉണ്ടാക്കി. ഓക്കെ. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ചേട്ടാ, ഇയാളൊന്ന് വേഗം വാ, ഞാൻ ഫുഡൊക്കെ എടുത്തു വെച്ചു ഇവിടെ. ഒരു 5 മിനിറ്റ് ഇപ്പം വരാം. എന്നാ പിന്നെ ഇങ്ങനെ ഓഫീസിൽ തന്നെ ഇരുന്നാ പോരാ. ഒരു 5 മിനിറ്റും ഇല്ല. ഇങ്ങോട്ട് വന്നേ, വാ. ഒരു അർജന്റ് മെയിലാണ്. നടക്ക് വേഗം വാ. എടി അതുകൂടി ഉള്ളു, അത് ഞാൻ കഴിഞ്ഞു. വാ. എത്ര അർജന്റ് മെയിലാണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് മതി. ബട്ടർ ചിക്കനാ? എന്തേ സ്പെഷ്യൽ ആണല്ലോ. സ്പെഷ്യലാണ്. ഇന്നത്തെ ഡേയും സ്പെഷ്യൽ അല്ലേ മോനെ? അല്ലടി, നീ ഇതൊക്കെ ഓർഡർ ചെയ്തോ അതുണ്ടാക്കിയോ? പൊട്ടനാണോ? നിങ്ങളുടെ മുമ്പിൽ ഇരുന്നല്ലേ ഞാൻ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തത്. എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കുന്നത്. ഇന്നെങ്കിലും നല്ല ഫുഡ് തരാമെന്ന് വിചാരിച്ചപ്പോൾ ഇനി എൻ്റെ പട്ടി ഉണ്ടാക്കും. കൊള്ളാലോ. ഇപ്പൊ കൊള്ളാല്ലേ? അല്ലടി, ഞാൻ വരില്ലാന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ ഇത്ര സാധനം ഉണ്ടാക്കിയത്? ഓ, ആദ്യം ഞാനൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി. ഞാൻ കയറി കുക്ക് ചെയ്തു. ചിലപ്പോൾ എൻ്റെ സോളിന് മനസ്സിലായി കാണും നിങ്ങൾ തിരിച്ചു വരുമെന്ന്. ഞാൻ ആലോചിക്കുമായിരുന്നേ, ഈ മഴയത്ത് മാർക്കറ്റിൽ എന്താ തിരക്ക്? ഓ, അൺസൈക്കബിൾ ആയിരുന്നു. പിന്നെ മാർക്കറ്റിൽ തിരക്കില്ലാതിരിക്കുമോ? എല്ലാവർക്കും ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ. മഴയെന്ന് പറഞ്ഞു എല്ലാവരും വീട്ടിലിരിക്കണം. എന്നിട്ട് നീ എല്ലാ സാധനങ്ങളും വാങ്ങിയോ? എല്ലാം ഒന്നും മേടിച്ചില്ല, ഇന്നത്തേക്കുള്ളത് മാത്രം. എന്തേ? എനിക്കൊന്നും വയ്യ ഇതെല്ലാം കൂടെ തൂക്കി പിടിച്ചോണ്ട് വരാൻ, അതും ഈ മഴയത്ത്. ഇത് തന്നെ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് എനിക്കറിയൂ. 2 ദിവസത്തേക്കുള്ളതുണ്ട്, തീരുമ്പോൾ പോയി മേടിക്കാം. എന്തേ ഒരു തലയാട്ടല്? ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കാറ് ശരിയാക്കി തരാൻ. എൻ്റെ കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തേനെ ഇതെല്ലാം. പൈസ വേണ്ടേ? നീ ഇടിച്ചു കളഞ്ഞ മതിലിന് 15,000 രൂപ കൊടുത്തത്. അതിൻ്റെ ഇട ദൂരം തീർന്നല്ല അപ്പോഴാ. എന്തായാലും ഈ മന്ത് തന്നെ എല്ലാം സെറ്റാക്കാം. പിന്നെ ഇന്നൊരു കാര്യം ഉണ്ടായി. ഞാൻ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് ഒരു വിധം ഇങ്ങനെ വരുമായിരുന്നു. അപ്പം അതാ പിന്നെയും മഴ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കട കണ്ടേ. ആ കടയിലോട്ട് ഓടി കയറിയതാ. പെട്ടെന്ന് എൻ്റെ കയ്യിലെ കവറൊക്കെ പൊട്ടി, സാധനങ്ങളൊക്കെ റോഡിൽ തെറിച്ചു വീണു. ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ടത് പറക്കിയെടുക്കുമായിരുന്നു. കുറേ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാതെ ഒറ്റ ഒരുത്തം പോലും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. എന്ത് മനുഷ്യന്മാരാണല്ലേ. അങ്ങനെ പെട്ടു നിൽക്കുമ്പോൾ എവിടുന്നാന്നറിയില്ല ഒരു പയ്യൻ വന്നു. എൻ്റെ റോഡിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് അതിനകത്തേക്ക് ഇതെല്ലാം എടുത്ത് വെച്ചും തന്നു. അവൻ വന്നതും അവനെ കണ്ടതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെല്ലാം മറ്റേ റൊമാൻറ്റിക് സിനിമയിൽ നായകൻ നായികയെ കാണുന്ന പോലെ ഞാൻ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അവനെ കാണാൻ തന്നെ എന്ത് രസമായിരുന്നെന്നോ. അവൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ അടിപൊളിയായിരുന്നു. ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഓഫീസിൽ നിന്ന് നേരെയാണല്ലോ പോയത്. അപ്പം എൻ്റെ കഴുത്തിൽ ടാഗ് ഉണ്ടായിരുന്നു. ടാഗിലെ പേര് വായിച്ചിട്ട് അവൻ പറയാ, ഇത്രയും ഗതികെട്ട അവസ്ഥയ്ക്ക് അവനായിരിക്കും സാക്ഷിയെന്ന്. കേട്ടിട്ട് ക്രിഞ്ചായിട്ട് തോന്നിയോ? പക്ഷെ എനിക്കപ്പോൾ തോന്നിയില്ല. അതെന്തായിരിക്കും? അവൻ്റെ വോയിസ് അത്ര അട്രാക്റ്റീവ് ആയിരുന്നു. മേ ബി അതായിരിക്കും.
എന്റെ ആ നിപ്പു അവസ്ഥയെ മുതലെടുത്താണോന്ന് അറിയത്തില്ല, പയ്യൻ ചെറുതായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കി. അവനെന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല, ഈ സാഹചര്യത്തിലും മൂഡിലും എന്തും പൊട്ടുന്നൊക്കെ. സംഭവം ഫ്ലേർട്ടിംഗ് ആണെങ്കിലും ആ പയ്യൻ പറഞ്ഞപ്പോ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്തു പറ്റി? ഇല്ല, ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചു. മതിയാക്കിയോ? ഒന്നും കഴിച്ചില്ലല്ലോ. ആ മതി. പ്ലേറ്റ് അവിടെ വെച്ചേക്ക് കേട്ടോ, ഞാൻ വന്നിട്ട് കഴുകിക്കോളാം. ഞാൻ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ വന്നതും അവനെ കണ്ടതും മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. അവനെ കാണാൻ തന്നെ എന്ത് രസമായിരുന്നു. പിന്നെ ഞാൻ മറ്റേ റൊമാൻറ്റിക് സിനിമയിൽ. എന്തിനാ ചേട്ടാ ഈ കഴുകിയ പ്ലേറ്റ് പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുന്നേ? അല്ല, നിങ്ങൾക്കിത് എന്തു പറ്റി? എന്തോ പോയി എണ്ണാനെ പോലെ കുറെ നേരം ആയല്ലോ. ഞാൻ കുറെ നോവൽസ് ഒക്കെ വായിക്കുന്നോണ്ടാണോ എന്നറിയത്തില്ല, വില്യം ട്രെയിനർ എന്നൊരു ക്യാരക്ടർ ഉണ്ട് നോവലിൽ. എന്തോ പുള്ളി വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലൊരു ഫീലായിരുന്നു ആ പയ്യനെ കണ്ടപ്പോൾ. ആ പയ്യൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. കണ്ടാലറിയാം കുറച്ച് കോസ്റ്റ്ലി ആണ്. അത് കോസ്റ്റ്ലി ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആമസോണിൽ നോക്കിയായിരുന്നു. മേ ബി ഞാൻ അവനെ കുറച്ച് കീനായിട്ട് ഒബ്സർവ് ചെയ്തോ എന്നൊരു തോന്നൽ. അല്ല, ഞാനല്ല, ആരാണെങ്കിലും ആ സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ ചെയ്തു പോവും. ഒരു ഫെയറി ടെയിൽ സ്റ്റോറിയൊക്കെ പോലെ എൻ്റെ മനസ്സങ്ങനെ ഒഴുകുമായിരുന്നു. എടി, ഒരു സ്ട്രേഞ്ചറിനെ കുറിച്ച് ഇത്രയൊക്കെ പറയണോ? എൻ്റെ ഫീൽ ഇപ്പോഴും ചേട്ടന് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. യു നോ സംതിങ്, അവൻ്റെ ഐസൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നേ. അതിപ്പോഴും എന്നെ കാർവ് ചെയ്യുന്നത് പോലൊരു ഫീല്. ഞാനിന്ന് നല്ല റൊമാൻറ്റിക് ആയിട്ട് ചേട്ടന് തോന്നില്ലേ? ആ പയ്യനെ കണ്ടപ്പോൾ തൊട്ട് എന്തോ ഒരു ഐസ് മെൽറ്റിംഗ് ഫീൽ. എന്താ പറയുക, എന്നെ ഇങ്ങനെ തൊടാതെ തൊട്ട പോലെ. ചിലപ്പോൾ ആ നിമിഷത്തിൽ എനിക്ക് അവനെ കണ്ടപ്പോൾ ഉമ്മ വെക്കാൻ തോന്നിയിട്ടുണ്ടാവും, കെട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ നിർത്തടി. കുറെ നേരം നീ തുടങ്ങിയിട്ട് നീ എന്തൊക്കെയാ പറഞ്ഞത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ചേട്ടാ, ഞാനങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. നമ്മൾ സാധാരണ കാഷ്വലി സംസാരിക്കത്തില്ലേ, അതുപോലെ പറഞ്ഞു പോയതാ. ഇതാണ് നിന്റെ കാഷ്വൽ ടോക്ക്? ഇത്ര നേരം ഞാൻ ക്ഷമിച്ചു, അത് എന്റെ മാന്യത. അത് മുതലാക്കി നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്തേ? ഞാൻ ആരോടി നിന്റെ പറയണി? നിന്റെ നാവ് അറിയിപ്പോയോ? കുറച്ചു നേരം നീ ഇങ്ങനെ പോയിരുത്താനല്ല ബാധ പറയാണ്ട് ആ നാവാണ് നിന്റെ. എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് എന്നോടൊന്നും പറയണു. നാണോ അല്ലേ നിനക്ക്? അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതൊക്കെ ആയിട്ട് ഞാനൊരു പൊട്ടനെ പോലെ നിൽക്കണോടെ? പറയടി. ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ചേട്ടൻ കേൾക്കാൻ പാടില്ലാത്തതൊന്നും ഞാൻ പറയാനോ ചെയ്യാനോ നിന്നിട്ടില്ല. ഓ, അപ്പൊ ഇപ്പൊ പറഞ്ഞതൊക്കെ തിരുവചനായിരിക്കുമല്ലോ അല്ലേ? ഓ, അപ്പൊ ഇതായിരുന്നല്ലേ ഞാൻ കാണില്ല എന്ന് പറഞ്ഞിട്ട് നീ ഉത്സാഹിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന്റെ ഉദ്ദേശം. എന്താ അവൻ വരാന്ന് പറഞ്ഞോ? രണ്ടുപേരുടെ അർമാദിക്കാന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഇടിവെട്ടി പോലെ വന്നത്. ഞാൻ തരാത്ത എന്ത് മര്യാദ നിൽക്കാൻ തരാൻ പോണത്? ചേട്ടാ, ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നത്തെയും പോലെ
നടന്ന കാര്യങ്ങളും എന്റെ തോന്നലും ഒക്കെയാ വന്ന് പറഞ്ഞത്. മതിയുടെ മേരെ മറ്റിടത്തിന്റെ കുറെ തോന്നല് നിന്റെ. ഇന്ന് എനിക്ക് തോന്നിയെന്ന് പറയും, നാളെ എനിക്ക് തോന്നിയതൊക്കെ ചെയ്യണമെന്ന് പറയും. അപ്പൊ ഞാൻ എന്താ പായ വിരിച്ചു നിനക്ക് ഞാൻ? അത് ആരും വന്ന് നോക്കി കാവലിരിക്കണോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളല്ലേ ഞാനും പറയുന്നേ. ബാക്കിയുള്ളവരെ പോലെ ഞാൻ മറച്ചു വെക്കാൻ നിൽക്കാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണോ ഇപ്പൊ കുഴപ്പമായത്? ഞാനിതൊക്കെ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നതല്ലേ. ഓ, ഇതാണോ സത്യസന്ധത? എടി, പ്രോസ്റ്റിറ്റ്യൂട്ട് സംസാരിക്കണമെങ്കിൽ വൃത്തികേടായിട്ടാണ് നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കണത്. എന്നിട്ട് സത്യസന്ധാണ് പോലും. ഇതിൽ നല്ലത് നീ അതേപോലെ പോണാണ്. അപ്പൊ നിനക്ക് ആരോട് എന്തും കാണിക്കാലോ. നിങ്ങൾ എന്റെ ഭർത്താവാന്ന് വെച്ച് നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ കേട്ടോണ്ടിരിക്കുമെന്ന് വിചാരിച്ചോ? ചേട്ടാ, ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ കേട്ടത്? നിനക്ക് മറ്റൊരുത്തോട് കഴപ്പമെന്ന് എന്നോട് പറയുന്നത് എന്ത് വിളിക്കാനടി? എന്താന്ന് വെച്ചാ ആയിക്കോ, എവിടെന്ന് വെച്ചാ പോക്കോ. ഹലോ, എടാ മേരെ നിന്നോടെല്ലാം മെസ്സേജ് ഓൺ എക്സ്പ്ലനേഷൻ മെയിൽ അയച്ചിട്ടുണ്ടെന്ന്. പിന്നെ എന്നോട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത് വെച്ചിട്ട് പോ മയിലേ. സാക്ഷി, സാക്ഷി ഡോർ തുറക്ക്. സാക്ഷി, 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 സാക്ഷി ഡോർ തുറക്കാൻ. സാക്ഷി, സാക്ഷി, സാക്ഷി ഡോർ തുറക്ക് പ്ലീസ്. സാക്ഷി, തെറ്റെൻ്റെ ഭാഗത്താ. എടോ സാക്ഷി, സാക്ഷി നീ പോവരുത്. എടോ ആ സമയത്ത് എല്ലാവരും കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. തെറ്റെൻ്റെ ഭാഗത്താണ്, സോറി സാക്ഷി. സാക്ഷി ഞാൻ പറയണേക്ക്. സാക്ഷി, സാക്ഷി ഞാൻ ഒന്ന് പറയട്ടെ. സാക്ഷി, എടോ സാക്ഷി ഞാൻ പറയണമെന്ന് കേക്ക് പ്ലീസ്. നീ എന്നോട് സംസാരിക്കേ. എടി ആകെ അപ്പം അങ്ങനെയൊക്കെ പറ്റിപ്പോയി. സാക്ഷി, എടോ സാക്ഷി, സാക്ഷി പ്ലീസ്. സാക്ഷി ഞാൻ പറയണമെന്ന് കേക്ക് നീ പ്ലീസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നേലും ഒരു പെണ്ണിനോട് ഇങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയാൽ തന്നെ നിങ്ങൾ അതെന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തെങ്കിലും എന്നോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്.